ഉത്തരവാദിത്വം. ഇത് നമുക്ക് സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബഷീറിന്റെ കഥയിൽ ചോദിക്കുന്നുണ്ട്, ആരാണ് സർക്കാർ? തെങ്ങ് പോലെ മരം പോലെ എന്തെങ്കിലും ആണ് സർക്കാർ? നമ്മൾ തന്നെയാണ് സർക്കാർ എന്നുള്ള പൗരബോധമില്ലാത്ത കുറെ കാലഘട്ടം, കുറെ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി. ജനകീയം അല്ലെങ്കിൽ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന സംഗതിയെ നമ്മുടെ അവകാശത്തോടുകൂടി നമ്മൾ ചിന്തിക്കാനും പിടിച്ചു നിർത്താനും നമുക്ക് ചുട്ടപ്പോഴാണ് നമ്മൾ തയ്യാറാകുന്നത്. വീട് പോകും എന്ന് പറയുമ്പോൾ, വയൽ പോകും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ പഠിപ്പ് കാണണമെങ്കിൽ നടക്കുള്ളൂ എന്ന് പറയുമ്പോഴൊക്കെയാണ് നമുക്ക് ചൂടുന്നത്. അതുവരെ നമ്മൾ അത്ര വലിയൊരു ജാഗ്രത കൈക്കൊണ്ടിരുന്നില്ല. കാരണം അപ്പോഴൊക്കെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. നമ്മൾ ഓരോരോ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളാണ്. നമ്മുടെ നേതാക്കൾ പറയും നിങ്ങൾ എങ്ങനെ പെരുമാറണം, എപ്പോൾ പെരുമാറണം, എന്ത് പെരുമാറണം, അതനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കും. അങ്ങനെ നഷ്ടപ്പെട്ട് ഇപ്പൊ കിടപ്പാടം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന വികസന സങ്കല്പത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കണം. അയ്യോ, ഗാന്ധി എന്താ പറഞ്ഞേ? ഗാന്ധി വികസനത്തെ പറ്റി ഇതൊന്നല്ലല്ലോ പറഞ്ഞിരിക്കണേ. ആ വികസന സങ്കല്പം നമ്മൾ കൊണ്ടുവന്നേ ഇല്ലല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിച്ചതേ ഇല്ലല്ലോ. ഇത് ആരുടെ വികസന സങ്കല്പം? അങ്ങനെയാണ് ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ നമ്മുടേതായ ഒന്നും തന്നെ ഇല്ല എന്നും എല്ലാം അവരുടേതാണ് എന്നും നമുക്കൊരു സർക്കാർ ഇല്ല എന്നും ഉള്ള സർക്കാർ തന്നെ നമുക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടിയാണ് ചിന്തിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ നമ്മെ ചൂഷണം ചെയ്യലാണ് വികസനം എന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്.